സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരികയാണെങ്കിൽ ദേവിക ഒന്നും പറയാതെയാകുമ്പോൾ ദേഷ്യപ്പെടുകയാണ്. താലിയുടെ മഹത്വവും പറഞ്ഞ് ചേച്ചി നന്ദേട്ടനെ സപ്പോർട്ട് ചെയ്ത് അച്ഛനെ കുറിച്ച് ഒന്നും ചോദിക്കാതെ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവികയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ശാരി, നീ ഇപ്പോ ഒന്നും മിണ്ടാതിരിക്കും. ചേച്ചിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം, എനിക്ക് പറ്റില്ല. ഞാൻ ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോവുകയാണ്, നന്ദേട്ടനെ കാണുമെന്നൊക്കെ പറയുമ്പോൾ കൊന്നിട്ടിരിക്കുന്ന ആളോട് തല്ലിയ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണോ നീ പോകുന്നതെന്ന് ദേവിക ചോദിക്കുമ്പോൾ ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ശാരികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അതേടി, നന്ദു കൊലപാതകിയാണ്, ഒരാളെ കൊന്നു. ആരെ? ഋഷിയെ. അരുന്ധതി മേഡത്തിന്റെ ഋഷിയെ? അതെ, അവനെ തന്നെ. ഇത് കേട്ട് ശാരികയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ഇത് ചേച്ചി പറയുന്നത് സത്യമാണോ? അതെ, ഞാൻ ചന്ദ്രമതി ആന്റിയോട് പറഞ്ഞിരുന്നു, ഇനി നീയും സത്യങ്ങളെല്ലാം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ എല്ലാ സത്യങ്ങളും ശാരികയോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ശാരികയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. പെട്ടെന്നാണ് രാധിക അങ്ങോട്ട് വരുന്നത്. അച്ഛനെ കുറിച്ച് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ പേടിക്കാതെ ഇരിക്കുന്നു പറയുമ്പോൾ അല്ല, നീ ചന്ദ്രത്ത് വീട്ടിൽ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ശാരിക പറയുകയാണ് നന്ദേട്ടനെ പറ്റിയ ഒരു കയ്യബദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ രണ്ടാളും എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് രാധിക പറയുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട്. റൂമിലേക്ക് മാറ്റിയതിനു ശേഷം എല്ലാവർക്കും ഒരുമിച്ച് കാണാം, ഇപ്പൊ ഒരാൾക്ക് പോയി കാണാമെന്ന് പറയുമ്പോൾ രാധിക പോവുകയാണ്. ചേച്ചി, ഞാൻ എന്നാ വീട്ടിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം, നിന്നിട്ട് വന്നതല്ലേ. എടി, അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒപ്പം പോകാമെന്ന് ദേവിക പറയുന്നു. അങ്ങനെ ശാരികയ്ക്ക് നന്ദനെ കുറിച്ച് ഓർത്ത് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ ഒരു ജോത്സ്യനെ കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് വീട് മാറണമെന്നും ആ വീട്ടിലിരിക്കുമ്പോൾ ദുരന്തങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്നും അവിടെ ദുരാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്നും ഇപ്പോ നിങ്ങളുടെ മോൻ അവിടെ നിന്നും നിങ്ങളെ വിട്ട് എന്നേക്കുമായിട്ട് മാറി താമസിക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ വീട് മാറാൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭയോട് പറഞ്ഞതുപോലെ തന്നെ വീടൊക്കെ മാറുകയാണ്. ഗിരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ സാറേ ഈ വീട്ടിലേക്ക് മാറിയത്? അത് പിന്നെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് നമ്മൾ താമസം മാറി. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവിടെ പണിയും മറ്റും നടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. അല്ല സാറേ, അതെന്താ പെട്ടെന്ന്? അത് പ്രഭ ഒരു ജോത്സ്യനെ കണ്ടിരുന്നു, അയാളാണ് ഇങ്ങോട്ട് മാറാനായിട്ട് പറഞ്ഞത്. സാറേ, ഈ ജോത്സ്യനൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ വിശ്വാസങ്ങൾ വീട്ടിലുള്ള പെണ്ണുങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ ഗിരീഷെ. അതുകൊണ്ട് ഞാനും പ്രഭ പറഞ്ഞത് കേട്ടു. അങ്ങനെ നന്ദൻ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിന്റെ കലിപ്പിൽ ഇസബല്ലയാണെങ്കിൽ ഇവനിത് എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ അവൻ ദേവികയുമായിട്ട് കോംപ്രമൈസ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നന്ദന്റെ ഫോൺ ഇത്രയും നേരം സ്വിച്ച് ഓഫ് ആയിരിക്കാൻ സാധ്യതയില്ല. നമ്മളോട് ചോദിച്ചിട്ടല്ലേ അവൻ പലതും ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോ കെവിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നീ ഒന്ന് ചുമ്മാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇസബലയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒന്നായിട്ടുണ്ടെങ്കിൽ ദേവികയ്ക്ക് നന്ദനോട് സത്യങ്ങളെല്ലാം അവൻ തുറന്നു പറഞ്ഞിട്ട് എന്തെങ്കിലും സഹതാപം വന്ന് അവര് പണ്ടത്തെ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഇസബല്ലയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്ന് നീ നന്ദനെ പറഞ്ഞെന്ന് മനസ്സിലാക്കിയേക്കെന്ന് ഇസബല്ലയാണെങ്കിൽ വീണ്ടും കെവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ കെവിനാണെങ്കിൽ വീണ്ടും നന്ദനെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അവനും ദേഷ്യം വരികയാണ്. പിന്നീട് മുരളിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ ഗൗരിയോട് പറയുന്നുണ്ട്. ഗൗരിക്കാണെങ്കിൽ ദേവികയെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമം തോന്നുകയാണ്. എന്നാലും മുരളിയേട്ടാ, ദേവികയുടെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലാണല്ലേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്, ചന്ദ്രോത്ത് വീടിന്റെ കഷ്ടകാലം. എന്തായാലും അവര് വീട് മാറിയല്ലോ. പ്രഭാവതി മേഡം ജോൾസിനെ പോയി കണ്ടിരുന്നു, വീട് എന്തായാലും മാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടേക്ക് ഭാർഗവി വരികയാണ്. എങ്ങനെ മാറാതിരിക്കും, അവിടെ മീരയുടെ ദുരാത്മാവ് ഉണ്ടെന്ന് ഞാൻ പലപ്പോഴായിട്ട് ആവർത്തിച്ച് പ്രഭക്കുഞ്ഞിനോട് പറഞ്ഞതാണ്. ഇനിയിപ്പോ മാറിയല്ലോ, സമാധാനം. ഇനിയെങ്കിലും ആ കുടുംബത്തിന് ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ എന്നൊക്കെ ഭാർഗവിയും പറയണം. എന്തായാലും കാര്യങ്ങളൊക്കെ തന്നെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ദേവികയാണെങ്കിൽ ശാരികയോട് തീർത്തും പറയുന്നുണ്ട്, നിയമവശാൽ മാത്രമേ താൻ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളെന്നും നന്ദന് നല്ല കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുമെന്നും. എന്തായാലും അത് നന്ദന് കിട്ടാൻ പോകുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.